ചൂടാവരുതെന്ന് ദേഷ്യപ്പെട്ട് തിളച്ചുമറിയരുതെന്ന് എപ്പോഴും വിചാരിക്കും. എല്ലാവരുടെ അമ്മയും പരീക്ഷയുടെ തലേന്ന് കുത്തിയിരുന്ന് മക്കളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വെറുതെ വിട്ടു. ഞങ്ങൾ ക്ലാസ്സിൽ 1ാമതും 2ാമതും 10ാമതുമായില്ല. ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മളോട് പറയുന്നു, നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയായിരുന്നു എന്ന്. പതിവിടർന്ന മിഴികളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം. അയാൾക്കൊരു നെയിൽ കട്ടർ ഉണ്ടായിരുന്നു. ഏറെ മുമ്പ് ചത്തുപോയ അപ്പാപ്പൻ സമ്മാനിച്ചതായിരുന്നു. എക്സലൻ്റ് എന്നർത്ഥം വരുന്ന ചീന ലിപി ആയിരുന്നു അതിൻ ഞെക്കുപിടിയിൽ. ഒന്നടുത്തു വരാമോ നീ, പാതി പൊള്ളിയൊരക്ഷരം, മിണ്ടൽ എന്നീ കവിതാ സമാഹാരങ്ങളുടെ രചയിതാവും ചങ്ങമ്പുഴ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ് തുടങ്ങിയ അവാർഡ് ജേതാവുമായ ശ്രീ PB ഹൃഷേഷൻ സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ KLBFന്റെ കവിയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരിട്ട് കവിത വായിക്കാം. കവിതയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും കവിത തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ 10 മിനിറ്റ് വെച്ചിട്ട് ഓരോരുത്തരും കവിത വായിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിയുന്നത്ര സമയ ക്ലിപ്തതയിൽ വെച്ചിട്ട് കവിത ചൊല്ലാനായിട്ട് ശ്രമിക്കാം. 1-2 കവിതകൾ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യ കവിതയുടെ പേര് പേടിശാലികൾ. കവിതയുടെ പേര് പേടിശാലികൾ. പേടിയാണെനിക്കെന്നും എപ്പോഴും എല്ലാറ്റിലുമെന്നൊരാൾ പറയുകിൽ ധൈര്യശാലിയാണയാളെന്നു നീ ധരിക്കുക. ഒന്നിലും എനിക്കില്ല ഭയമെന്നൊരാൾ ചൊന്നാൽ തീർച്ചയാണയാൾ പേടിത്തൊണ്ടനാണറിയുക. പേടിയെന്താണെന്നുള്ളതറിയാൻ മിഴിപൂട്ടി നാസികത്തുമ്പിൽ ശ്വാസമറിഞ്ഞു കിടക്കുക. ഉദരം പൊങ്ങുന്നതും പതുക്കെ താഴുന്നതും മൂക്കിലെ ശ്വാസോച്ഛ്വാസ സ്വരവും ശ്രദ്ധിക്കുക. കുറച്ചു കഴിയുമ്പോൾ കടലിൽ ദീപെന്ന പോലൊരു പച്ചക്കുന്നിനെ അകലെ കാണാൻ പറ്റും. പതുക്കെ നാം തുഴഞ്ഞും തിരമാല മുറിച്ചും അതിൻ തീരത്തേക്കടുക്കുക. കാറ്റിൽ പായകൾ താഴ്ത്തിച്ചെരിച്ചിരുകയ്യാലേ കയർ വലിച്ചു മുറുക്കിയും അയച്ചും വേണ്ടത്ര സാഗരത്തിൻ അഗാധത കൺകളിൽ കശക്കിയും തീരത്തോടടുക്കുമ്പോൾ പേടിയെന്നൊരക്കടൽ പതുക്കെ കാണാതാകും. മിന്നിടും മരതകദ്വീപിലേക്കിറങ്ങുമ്പോൾ അതിൻ്റെ നാനാഭാഗത്തുത്തുംഗ കമാനങ്ങൾ, കുംഭഗോപുരങ്ങളും ശില്പലാവണ്യത്തിൻ്റെ ശൃംഗവാർപ്പുകൾ, മനോഹാരിതം വിഹാരങ്ങളൊക്കെയും പിന്നെ തെളിഞ്ഞു കാണാറാകും. ആ മരതകദ്വീപിലില്ലാത്തൊരഴകില്ല, അതിലപ്പുറമൊരു ഭംഗി ആസ്വദിക്കുവാൻ നമ്മുടെ തലകളിൽ ന്യൂറോണിനാവില്ലല്ലോ. വാക്കുകൾക്കതീതമായി മിഥ്യയെന്നൊന്നില്ലാത്ത മനസ്സിൻ പച്ചപ്പാടത്തിൻ്റെ നേർവരമ്പായി എന്തു നാം വിചാരിച്ചാൽ അതു കൺമുൻപിൽ പൂവായി. കൈകൊണ്ടു തൊടാം, കേൾക്കാം, മണക്കാം, നോക്കാം, രസമുഖങ്ങൾ തോറും വന്നു ചേരുന്ന പുഴകളിൽ കുളിക്കാം, നീന്താം, സിക്തമാസക്തിക്കതീതമായി ഏറ്റവും അടിയിലെ ഇഴജന്തുക്കൾക്കൊപ്പം ജീവിതം തുടുപ്പിക്കാം. അതിനാൽ പേടിത്തൊണ്ടനാകുവാൻ നോക്കൂ, അതിനാലെന്നും പേടിത്തൊണ്ടനാകുവാൻ നോക്കൂ. കഴിയുന്നതും ധീരന്മാരെ വിസ്മരിക്കുക.
മറ്റൊരു കവിത. കവിതയുടെ പേര് സഹനം എന്നാണ്. സഹനം. എത്ര നേരമായി തൂങ്ങി നിൽക്കുന്നു തിരശ്ശീല മുകളിൽ, അതിനുടെ തോൾപേശി നോവുന്നുണ്ടാം, അതിനുടെ തോൾപേശി നോവുന്നുണ്ടാം. കർട്ടനായതുപോലെ നിൻ ഉടൽ കെട്ടിത്തൂക്കി പൊട്ടിയിട്ടുണ്ടാവണം. നാഡികൾ ഓരോന്നായി പ്രതിരോധത്തിനിടെ ഓരോരോ ഞരമ്പുകൾ, ഏതു കോശങ്ങൾ ഏതു ബിന്ദുവിൽ വച്ചാവണം രണ്ടായി പിളർന്നത്. ഇറുക്കി പിടിച്ച് എത്ര നേരമാ വിരലുകൾ മുകളിൽ നിന്നിട്ടുണ്ടാം. എവിടെ വെച്ചാണവ ചിതറി പലതായി. ഒടുക്കം വിരലുകൾ മാത്രമാവുമോ മോളിൽ? ഇത്രയും നേരം തൂങ്ങി നിൽക്കുവാൻ കഴിയില്ല ആർക്കുമെന്നറിയുക. നിൻ കുഞ്ഞു വിരലുകൾക്കാവില്ല എന്നാകിലും ബോധതന്തുക്കൾ പൊട്ടിത്തകർന്നു പിരിയുമ്പോൾ കൂട്ടിയോജിപ്പിക്കാനായി ഭൂമിക്കും സ്വപ്നത്തിനുമിടയിൽ അറ്റം കാണാത്ത ആഗ്രഹങ്ങളുമായി തൂങ്ങി നിൽക്കുകയാണ് ഒടുക്കം വിരലുകൾ. കവിതകൾ പലതരത്തിലാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ബാധയില്ലാത്ത ചില കവിതകളും കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കവിതയുടെ പേര് അരുത്. അരുത്. ചൂടാവരുതെന്ന് ദേഷ്യപ്പെട്ട് തിളച്ചുമറിയരുതെന്ന് എപ്പോഴും വിചാരിക്കും. ഉള്ളിൽ ഒതുങ്ങി ഏതു സാഹചര്യത്തിലും തണുത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഹിമശിലയായി നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് പരമസംയമനത്തോടെ. പക്ഷേ പൈപ്പിൽ നിന്നും വീണ പാടെ ഈ കലത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി. അതെടുത്താരോ അടുപ്പത്ത് വയ്ക്കുകയും ചെയ്തു. മറ്റൊരു കവിത കൂടി. വൈന്തല ഒരു യാത്രാ വിവരണം എന്നാണ് കവിതയുടെ പേര്. പുഴയിൽ ഓസ്ബോ തടാകങ്ങളുണ്ടാവും. ഓസ്ബോ തടാകമുള്ള ചാലക്കുടി പുഴയിലെ ഒരു സ്ഥലമാണ് ഈ വൈന്തല. പുഴ കറങ്ങി ഒടുവിൽ വഴിമാറി ഒഴുകുമ്പോൾ കുതിരക്കുളമ്പാകൃതിയിൽ വേർപെട്ടു പോയ പഴയ പുഴയുടെ ഭാഗമാണ് ഓസ്ബോ തടാകം. വൈന്തല ഒരു യാത്രാവിവരണം. വളരെ വലിയൊരു ചില്ലുപാത്രമായി പുഴയിൽ തെളിനീരിൽ വെള്ളകീറുമ്പോൾ പറന്നെത്തിയ തിളങ്ങുന്ന നീലയിൽ പല നിറം പടർന്ന ചിറകുകൾ, കറങ്ങുന്നതുപോലെ വട്ടത്തിൽ മണൽത്തിട്ട നടുവിൽ മൃദുലമായി വന്നിറങ്ങുവാൻ പൊങ്ങാൻ പുഴ തീർത്തതു തന്നെ. ചിറകിൻ വേഗം കൂട്ടി ചെരിച്ചു പലവട്ടം കറക്കിത്തല, കൺകൾ നീരിലേക്കുറപ്പിച്ചു കാൽവിരലൂന്നിട്ടതിൽ ചെന്നിരിക്കുക മെല്ലെ. ചില്ലുകൊണ്ടപ്പോഴൊരു തോണിയുമുണ്ടാവുന്നു, ജലത്തിലൊഴുകുന്നുണ്ടതിൻ്റെ കൊമ്പത്തൊരു പൊന്മയുമിരിക്കുന്നു. അവിടെ തോണിക്കുള്ളിലിരിക്കാം പുഴ നോക്കി. മീതെ ആകാശം, ഇരുകരയിൽ വിടരുന്ന പച്ചവള്ളികൾ, പുള്ള്, പൂമ്പാറ്റ, മലർമത്സ്യം, എരണ്ട, തൂവൻ കൊക്ക്. കറങ്ങി പലവട്ടമൊടുക്കം വേർപെട്ടൊരു കുതിരക്കുളമ്പായ പച്ചപ്പുൽത്തടാകവും. മീനുകൾ മീതെ മുഖം ചെരിച്ച് സവിസ്തരം ഉമ്മവെപ്പതും ജലപോളയിൽ അത് നോക്കിക്കൊണ്ടു നിൽക്കുമ്പോൾ വട്ടം കറങ്ങുന്നത് പോലെ തോന്നുന്നുണ്ടാവാം സ്വയം. എനിക്കു വട്ടപ്പാലം കറങ്ങാൻ പണ്ടേ രസമായിരുന്നു. ഇരുകയ്യും പരത്തി മുറിയിലോ മുറ്റത്തോ പോകും വഴി പാടത്തോ പറമ്പിലോ കൂട്ടുകാർ കൂട്ടം കൂടി നിൽക്കുന്ന ക്ലാസ്സില്ലാത്ത നേരത്തോ കറങ്ങുവാൻ തുടങ്ങും പൊടുന്നനെ. 50 കൊല്ലം മുമ്പാണത് കണ്ടൊപ്പം ചില കുട്ടികൾ കൈകൾ നീട്ടിക്കറങ്ങും. കറങ്ങി വീഴാറാവും അപ്പോൾ തൂണിൽ, ചുമരിൽ, അതല്ലെങ്കിൽ എന്തിലെങ്കിലും പിടിച്ചൊന്നു നിൽക്കുവാൻ നോക്കും. ഇല്ലാതെയാകും വരെ
പുഴയും പലവട്ടം കറങ്ങിയിട്ടുണ്ടാവണം ഇങ്ങനെ ഇല്ലാതാവാൻ. ചുഴലിക്കാറ്റിൽ ചൂരൽ മല പോൽ കൽമണ്ഡപവേദിയിൽ കഥക് ചക്കർ ഖവാജിൽ ജിൻജോട്ടിയിൽ വെള്ളില വള്ളിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വിസ്മയരാഗങ്ങളിൽ കറങ്ങി കറങ്ങിച്ചെന്നോർമ്മകൾ ഒടുങ്ങുന്ന സമുദ്രാവസ്ഥയ്ക്കകം വേർപെട്ടുപോകുന്നൊരു പുഴതൻ കഷ്ണം കാണാം ഇവിടെ. പിടയുന്ന കൊക്കുകൾക്കിടെ നീലാകാശത്തു പറക്കുന്ന മീനിനെ പോലെ നിത്യശാന്തിയിൽ നിതാന്തമായി. നന്ദി, നമസ്കാരം. എഴുത്തുകാരിയും അങ്ങനൊരു തടാകക്കരയിൽ അന്നൊരിക്കൽ, നീലയും ചുവപ്പും നിറമുള്ള തത്ത എന്നീ കവിതകൾ, പടികൾ കയറുന്ന പെൺകുട്ടി എന്ന കഥാസമാഹാരം എന്നിവയുടെ രചയിതാവും തകഴി സാഹിത്യം പുരസ്കാരം, കമലാ സുരയ്യ പുരസ്കാരം എന്നീ അവാർഡ് ജേതാവുമായ ശ്രീമതി സന്ധ്യയെ ഏറെ ആദരവോടെ കവിയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേര് കാർത്തിയായനി പുറപ്പാട് എന്നാണ്. പ്രശസ്ത കൂടിയാട്ടം കലാകാരി ശ്രീമതി ഉഷ നങ്ങിയാരുടെ ഇതേ പേരിലുള്ള ഒരു അവതരണം കണ്ടതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. അർജുനൻ്റെ പത്നിയായ സുഭദ്രയെ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടു പോകുന്നു. ഈ രാക്ഷസനെ ജയിച്ച് സുഭദ്രയെ വീണ്ടെടുത്ത് അർജുനൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് കാർത്തിയായനി ദേവിയാണ്. ദ്രൗപദി വേഷത്തിൽ വന്ന കാർത്തിയായനി ദേവിയാണ്. അപ്പോൾ ഒരു സപത്നിയോടുള്ള ഒരു സ്നേഹവും കരുണയും ഒക്കെ പ്രതിബിംബിക്കുന്ന ഒരു അവതരണമാണത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കവിത കാർത്തിയായനി പുറപ്പാട്. പുറപ്പെടുന്നു കാർത്തിയായനി നിറനിറവായി, ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി. പുറപ്പെടുന്നു കാർത്തിയായനി നിറനിറവായി, ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി. തെളി തെളിഞ്ഞൊരു നിലവിളക്കായി ഒളി വിതറുന്നീ, ചെമ്മേ തുടുതുടുത്തൊരു സൂര്യനെ പോൽ ദ്യുതി പടർത്തുന്നീ. തീവട്ടികളിരുപുറവും മിന്നി മിന്നുമ്പോൾ കാതിൽ തോടയാദിത്യന്മാരായി വിളങ്ങുന്നുണ്ടേ. ഇരുട്ടിൽ നൽവെട്ടമേകി ജ്വലിക്കുന്നുണ്ടേ. സ്വർണ്ണകിരണങ്ങൾ കവിളുകളെ മിനുക്കുന്നുണ്ടേ. നീണ്ട വാലിട്ടെഴുതിയ മിഴീണകൾ ചേലിൽ കരിമഷി കറുപ്പുള്ള പുരികക്കൊടികൾ. അതിന്മീതെ അലുക്കുള്ള വെള്ളിമകുടം, താഴെ പുറം നിറഞ്ഞഴകേറ്റും നീണ്ടവാർമുടിയും. കിലുകിലുങ്ങനെ ചിലമ്പുണ്ടേ അരമണിയുണ്ടേ. മെയ്യൽ പതുപതുത്തൊരു പട്ടാലെ ഞൊറിയുടുത്തുണ്ടേ. തിളതിളങ്ങണ പൊന്നിൻ്റെ തരിവളയുണ്ടേ. മാറിൽ പളപളങ്ങനെ ഇളകുന്ന മാലകളുണ്ടേ. ഇടതുകൈയിൽ തൊടുത്തുള്ള വില്ലഴകുണ്ടേ. ചാരേ വലതുകൈയിൽ കൂർത്തുമൂർത്തുരമ്പുകളുണ്ടേ. പടഹധ്വനികൾ കുഴിത്താളം ശംഖവാദ്യങ്ങൾ ഒപ്പം തിമിലമദ്ദളമകമ്പടിയായി കഠിന ശബ്ദങ്ങൾ. പുറപ്പെടുന്നു കാർത്തിയായനി നിറനിറവായി, ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി.
അരങ്ങുയരുന്നേ എൻ്റെ അകതളീരിലും നെഞ്ചു ഡമരു പൊട്ടി താളമിട്ടു പാട്ടുപാടുന്നേ. എവിടെയുണ്ടോ പെണ്ണിൻ്റെ ദീനശബ്ദങ്ങൾ, അമ്മ അലിവിഴുന്നൊരു മൂർത്തിയായങ്ങവതരിക്കുന്നേ. എവിടെയവളുടെ രക്തത്തിൻ തുള്ളി വീഴുന്നേ, അവിടെ കൊടിയ ശാപവന്തിയായി പടയൊരുക്കുന്നേ. കരയുവോൾക്കും തളരുവോൾക്കും തുണയാകുന്നേ, അവളെ ചിറകിനുള്ളിൽ കാത്തുവയ്ക്കും കരുതലാകുന്നേ. സങ്കടങ്ങൾ തുടച്ചൊപ്പും കൈകളാകുന്നേ, അവളുടെ ഇണ്ടലിൻ്റെ കാരണക്കാരെ തുരത്തുന്നേ. പുറപ്പെടുന്നു കാർത്യായനി നിറനിറവായി, ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി. ജാതിഭേദപ്രേതങ്ങൾ ഓടി മാറുന്നേ, ചുടലക്കാട്ടിനുള്ളിൽ തീക്കുണ്ടമെരിഞ്ഞു തീരുന്നേ. ഉച്ചനീചത്വങ്ങൾ ശൂലമുനയിൽ കോർക്കുന്നേ, കാളി ദുഷ്ടരവരുടെ ചോരയിൽ കുളിച്ചു തോർത്തുന്നേ. നീതികേട സമത്വത്തിൻ ഭേദഭാവങ്ങൾ ദേവീയായുധത്താലെ അറിഞ്ഞു ചേർച്ചയേകുന്നേ. പ്രകൃതി മേലെ കൊണ്ടാടും സംഹാരങ്ങൾ സഹിയായതിനു വേല പണിഞ്ഞോരുടെ കഥ കഴിക്കുന്നേ. അത്തലൊക്കെ പൂക്കളാക്കി മാല കോർക്കുന്നേ, ഹൃത്തിൻ സ്വച്ഛ നീലിമയാർന്ന വാനിൽ ചിരി തൂകുന്നേ. മധുര ചുട്ട കണ്ണകി മുലപറിച്ച നങ്ങേലി പൊരുതി നിന്ന പൂമാത ഉറുമിയായാർച്ച. അസുരനെ വെന്നർജുനന്റെ ദയിതയായ സുഭദ്രയെ കരുണയോടെ വീണ്ടെടുത്ത യാജ്ഞസേനിയും. പതറിടാത്ത വീണിടാത്ത അതിജീവിത എങ്ങും പലവിധത്തിൽ കാർത്യായനി പിറവി കൊള്ളുന്നേ. പുറപ്പെടുന്നു കാർത്യായനി നിറനിറവായി, എൻ്റെ ഭയമകറ്റി വഴി നടത്തി അഭയമേകുന്നേ. പുറപ്പെടുന്നു കാർത്യായനി നിറനിറവായി, ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി. ചുറ്റും പ്രഭ പരത്തി ഇരുൾ പരത്തി പൊലി പൊലിയായി. മലയാളത്തിലും ഗോത്രഭാഷയിലുമായി കവിതകൾ എഴുതിയിട്ടുള്ള ഊരുകളിലെ ജീവിതം കവിതയിലേക്ക് പറിച്ചു നട്ട കാടിൻ്റെ മർമ്മരങ്ങൾ അറിയുന്ന കരുത്തുള്ള മണ്ണുറപ്പുള്ള കവിതകൾ മലയാളത്തിന് നൽകിയ കവി ശ്രീ അശോകൻ മറയൂർ. അദ്ദേഹത്തിൻ്റെ പച്ചവീട് എന്ന കാവ്യസമാഹാരത്തിന് 2018 കേരള സാഹിത്യ അക്കാദമിയുടെ കവിതയ്ക്കുള്ള കനകശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏറെ സ്നേഹാദരങ്ങളുടെ ശ്രീ അശോകൻ മറയൂർ സാറിനെ കവിയരങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. കവിത വാച്ച് എന്നാണ്. വാച്ച് ഒരു കീ ബട്ടണും 4 കാലുള്ള വാറുകൾ പൊട്ടിയ വാച്ച് വെറുതെ മേശപ്പുറത്ത് കിടക്കും. എപ്പോഴും റേഡിയോയ്ക്ക് അരികിലായിരുന്നു
അതിൻ്റെ സ്ഥാനവും. ഒരു കീ ബട്ടണും 4 കാലുള്ള വാറുകൾ പൊട്ടിയ വാച്ച് വെറുതെ മേശപ്പുറത്ത് കിടക്കും. എപ്പോഴും റേഡിയോയുടെ അടുത്തായിരുന്നു അതിൻ്റെ സ്ഥാനവും. അപ്പൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. പെട്ടെന്ന് കയ്യിലെടുത്ത് അതിൻ്റെ കീ ബട്ടൺ പിടിച്ച് പല പ്രാവശ്യം തിരിക്കും. അത് ചെറിയൊരു ആമക്കുഞ്ഞിനെ പോലെ കയ്യിലിരുന്ന് ഓടിത്തുടങ്ങും. അപ്പൻ അതിലേക്ക് തന്നെ നോക്കിയിരിക്കും. പെട്ടെന്ന് കയ്യിലെടുത്ത് അതിൻ്റെ കീ ബട്ടൺ പിടിച്ച് പല പ്രാവശ്യം തിരിക്കും. അത് ചെറിയൊരു ആമക്കുഞ്ഞിനെ പോലെ കയ്യിലിരുന്ന് ഓടിത്തുടങ്ങും. അപ്പന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എപ്പോഴാണ് ആമ തല പുറത്തേക്ക് നീട്ടും പോലെ വാച്ചിലെ കീ ബട്ടനെ എപ്പോൾ തിരിക്കാമെന്നും. അപ്പന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ എപ്പോഴാണ് ആമ തല പുറത്തേക്ക് നീട്ടും പോലെ വാച്ചിലെ കീ ബട്ടൺ എപ്പോൾ തിരിക്കണമെന്ന്. പതിയെ പതിയെ എൻ്റെ അപ്പനും ഒരാമയെപ്പോലെ നടക്കാൻ തുടങ്ങി. പതിയെ പതിയെ എൻ്റെ അപ്പനും ഒരാമയെപ്പോലെ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ആ വാച്ചും അപ്പനും കസേരയിൽ ഏറ്റവും അടുത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആ വാച്ചും അപ്പനും കസേരയിൽ ഏറ്റവും അടുത്താണ് ഇരിക്കുന്നത്. ആ ഇരിപ്പിൽ അപ്പനറിയാം ചിലപ്പോഴൊക്കെ സമയം ആമയുടെ പുറം പോലെ കട്ടിയുള്ളതാണെന്നും ചിലപ്പോഴൊക്കെ ചില്ലുപോലെ ഒരു വീഴ്ചയിൽ പൊട്ടിത്തീരുന്നതാണെന്നും. ആ ഇരിപ്പിൽ അപ്പനറിയാം ചിലപ്പോഴൊക്കെ സമയം ആമയുടെ പുറം പോലെ കട്ടിയുള്ളതാണെന്നും ചിലപ്പോഴൊക്കെ സമയം ഒരു വീഴ്ചയിൽ പൊട്ടിത്തീരുന്ന ചില്ലുകൂടാണെന്ന്. അടുത്ത കവിത വെയിൽപ്പരുന്ത്. പരുന്തുകൾ വട്ടമിട്ട് പറന്ന് ആ പ്രദേശത്തെ ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുക്കുന്നു. പരുന്തുകൾ ആ പ്രദേശത്തെ വട്ടമിട്ട് പറന്ന് ചുരുക്കി ചുരുക്കി ചെറിയൊരു പന്താക്കി എടുക്കുന്നു. മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ മുറത്തിലേക്ക് അത് ഇട്ട് കളിക്കുന്നു. മുറ്റത്തിരുന്ന് നെൽമണികൾ പേറ്റുന്ന മുത്തശ്ശിയുടെ പുറത്തിലേക്ക് അതിനെ പരുന്തുകളിട്ട് കളിക്കുന്നു. ഉരലിൽ വെറ്റില കുത്തുന്നതിനൊപ്പം മുത്തശ്ശി കഴുത്തിൽ കിടക്കുന്ന ഏലസ് പതിയെ പിന്നിലേക്കിടുന്നു. വെറ്റില കുത്തുന്നതിനൊപ്പം മുത്തശ്ശി കഴുത്തിൽ കിടക്കുന്ന ഏലസ് പതിയെ പിന്നിലേക്കിടുന്നു. ആ ഏലസിൽ ഒരു 300 ആണ്ടിൻ്റെ വസന്തങ്ങളുണ്ടായിരുന്നു. അത് പരുന്തുകൾ അറിയുന്നേയില്ല. അടുത്ത കവിത സഞ്ചാരം. അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ, അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ കാറ്റിൽ എൻ്റെ തൊട്ടരികിൽ ഒരു ഉണങ്ങിയ ചില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു പക്ഷി ആടിക്കൊണ്ടേയിരിക്കുന്നു. അലയുടെ മീതെ എവിടെയും എത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു പോലെ കാറ്റിൽ തൊട്ടരികിൽ ഒരു ഉണങ്ങിയ ചില്ലയിൽ ഒരു പക്ഷി എൻ്റെ അരികിലിരുന്ന് ചലിച്ചു കൊണ്ടേയിരിക്കുന്നു. എൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഒരു പുസ്തക രൂപത്തിൽ ഒപ്പം നമ്മളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാനും ആ പറവയും നീയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ഞാനും ആ പറവയും ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ സഞ്ചരിച്ചു പോയ ദൂരത്തെ എന്തൊരു നരയാണെന്ന് പറഞ്ഞു തരുന്നു. നമ്മൾ സഞ്ചരിച്ച് ഈ ലോകത്തിലെ അവസാന മനുഷ്യനെ ചെന്ന് കാണുന്നു. ആ മനുഷ്യൻ നമ്മളോട് പറയുന്നു നമ്മൾ സഞ്ചരിച്ച ഈ ചെറിയ ദൂരത്തിന് എന്തൊരു നരയായിരുന്നു എന്ന്. സമയമുണ്ടെങ്കിൽ അടുത്തൊരു കവിത വായിക്കാം പിന്നീട്. കവി, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനും സൈക്കിൾ ചവിട്ടുന്ന പെൺകുട്ടി, സെക്കൻഡ് ഷോ എന്നീ കാവ്യസമാഹാരങ്ങളുടെ രചയിതാവും ആശാൻ യുവകവി പുരസ്കാരം, വയലോപ്പള്ളി പുരസ്കാരം തുടങ്ങിയ അവാർഡ് ജേതാവുമായ ശ്രീ ശ്രീജിത്ത് അരിയല്ലൂരിനെ ആദരവോടെ കവിയരങ്ങിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് സമയമുള്ളത്, അനന്തമായ സമയം എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
ഇപ്പോൾ ഇവിടെ നിയമസഭയുടെ ഈ പുസ്തകോത്സവത്തിൻ്റെ സമയത്തിൻ്റെ ഖജനാവിലും ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതിൽ സമയം കുറേ ബാക്കിയാണ്. ഞാൻ വീണ്ടും കവിത വായിക്കുന്നില്ല. ഈ ഒരു സമയത്ത് തന്നെ ഒരു 10 മിനിറ്റോളം എനിക്ക് അനുവദിച്ച സമയത്ത് കവിത വായിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലോകത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടാണ് ഒരു നിയമസഭ ഇത്തരത്തിലുള്ള ഒരു പുസ്തകോത്സവം വളരെ സർഗാത്മകമായി ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന് കേരള സർക്കാരിനെ അഭിവാദ്യം ചെയ്യുന്നു. അത്തരത്തിലുള്ളൊരു നവീനമായ ആശയം മുന്നോട്ട് വെച്ച പ്രിയപ്പെട്ട നിയമസഭയുടെ സ്പീക്കർ പ്രിയ സുഹൃത്ത് എൻ ഷംസീറിനെ അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ യാത്രയുടെ ഇടവേളകളിലും ഇവിടെ എത്തിയിട്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കുന്ന ആൻസി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ജിതിൻ മുന്നിലുണ്ട്. ഇവിടെ വന്നപ്പോൾ പ്രസാദ് പകൽക്കുറിയെ കണ്ടു. ജീവനക്കാരെ എല്ലാവരെയും ഇതിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ്. വേദിയിലും സദസ്സിലും ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. ഹരിശങ്കരൻ അശോകനുണ്ട്, സിന്ധു ഉണ്ട്, റഷീദുണ്ട്, ആനപ്പുറമുണ്ട്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചെറിയ ചെറിയ ഒരുപാട് കവിതകൾ വായിക്കാം. ഒരു നീണ്ട കവിതയും ഒടുവിൽ വായിക്കാം. ആദ്യ കവിത ലാഭം. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്കെന്താണ് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതെൻ്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതെൻ്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. മറ്റൊരു കവിത രാവിലെ. രാത്രി മഴ പെയ്താൽ കുരുവിക്കൂട് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ അനിയത്തിയെ ചാമ്പയ്ക്കാമരത്തിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോകണം. പാതി വിടർന്ന മിഴികളോടെ അവൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം. വിരിഞ്ഞിറങ്ങാറായ 1000 മഴത്തുള്ളികളെ കുരുവിക്കുഞ്ഞുങ്ങളാക്കി അവൾക്കു നേരെ പറത്തിവിടണം. മറ്റൊരു കവിത ആവിഷ്കാരം. അമ്മിത്തറയ്ക്കു കീഴിലാണ് കോഴിക്കോട്. തലയ്ക്ക് മുകളിൽ അരയ്ക്കുന്ന മസാല മണം നിത്യവും അറിഞ്ഞാണ് വിരിഞ്ഞതും വളർന്നതും. എന്നിട്ടും കൂവാതിരുന്നില്ല, ചാടിക്കൊത്താതിരുന്നില്ല. പക്ഷിയായ ആരും പരിഗണിക്കാഞ്ഞിട്ടും ആവും പോലൊന്ന് പറന്നു നോക്കാതിരുന്നില്ല. പക്ഷിയായ ആരും പരിഗണിക്കാഞ്ഞിട്ടും ആവും പോലൊന്ന് പറന്നു നോക്കാതിരുന്നില്ല. സ്നേഹം എന്ന കവിത. കൈകോർത്ത് മുറുകെ പിടിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല. നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലെത്താതിരിക്കാനായിരുന്നു. നീ ഒരിക്കലും എന്നേക്കാൾ മുമ്പിലെത്താതിരിക്കാനായിരുന്നു. മറ്റൊരു കവിത സമാധാനം. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന്. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന്. മറ്റൊരു കവിത ചിരവ. മോങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണു ചത്ത ഏതു നായയുടെ ഫോസിലാണ് ചിരവ? ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ എത്ര അടക്കി നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോഴെല്ലാം കുരയ്ക്കുകയും മുരളുകയും ചെയ്തു പോകുന്നത്? ആണി എന്ന കവിത. കറുത്തവൻ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവൻ, നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതൻ. നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതൻ. മറ്റൊരു കവിത കോഴി. നന്നായി മെരുങ്ങുക എന്നാൽ എപ്പോഴും ഇരയാവേണ്ടി വരിക എന്നു തന്നെയാണ് അർത്ഥമെന്ന് എൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു കവിത പല്ല്. എന്നും ഇങ്ങനെ വെറുതെ തേച്ചു മിനുക്കിയിട്ടെന്തു കാര്യം? ചത്തതിനെയല്ലാതെ ജീവനുള്ളതിനെ എന്നെങ്കിലും നീ ഇന്നേ വരെ തൊട്ടിട്ടുണ്ടോ? ചത്തതിനെയല്ലാതെ ജീവനുള്ളതിനെ എന്നെങ്കിലും നീ ഇന്നേ വരെ തൊട്ടിട്ടുണ്ടോ? ഉരൽ എന്ന കവിത. ആരോടും പരിഭവമില്ലാതെ ഒരു മൂലയിൽ എത്ര ഉൾവലിഞ്ഞിരുന്നിട്ടും എന്നെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തണോ? മറ്റൊരു കവിത കിഴങ്ങൻ. കിഴങ്ങനെന്ന് വിളിച്ചോളൂ, ചവിട്ടി താഴ്ത്തിക്കൊള്ളൂ, പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ മുളച്ചു പൊന്താതിരിക്കില്ല. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ മുളച്ചു പൊന്താതിരിക്കില്ല. മറ്റൊരു കവിത സാരി. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റൊരു കവിത പേര്. സോപ്പിന് പേര്
ചന്ദ്രിക. ചന്ദനത്തിരിക്ക് പേര് സന്ധ്യ. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേരു തന്നെ ശരണം. അലിഞ്ഞു തീരുന്നതിനും എരിഞ്ഞൊടുങ്ങുന്നതിനും പെൺപേരു തന്നെ ശരണം. മറ്റൊരു കവിത, നടുപ്പേജ്. പ്രണയപുസ്തകത്തിൽ നമുക്ക് നടുപ്പേജുകളായി പിറക്കണം. ആരെങ്കിലും ചീന്തിക്കൊണ്ടുപോയാലും നമ്മൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. ആരെങ്കിലും ചീന്തിക്കൊണ്ടുപോയാലും നമ്മൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. മറ്റൊരു കവിത, 4 മണിപ്പൂവ്. ട്യൂഷനോ സ്പെഷ്യൽ ക്ലാസ്സോ ഉണ്ടെങ്കിൽ മുമ്പേ പറയണം, എനിക്ക് വയ്യെങ്ങനെ നിന്നെയും കാത്തു കാത്ത് നിൽക്കുവാൻ, നിന്നെയും കാത്തു കാത്ത് നിൽക്കുവാൻ. ചാറ് എന്ന കവിത. നിൻ്റെ ചാറ് മതി ജീവിതത്തിൻ്റെ റേഷനരി മുഴുവൻ തിന്നു തീർക്കുവാൻ. നിൻ്റെ ചാറ് മതി ജീവിതത്തിൻ്റെ റേഷനരി മുഴുവൻ തിന്നു തീർക്കുവാൻ. മറ്റൊരു കവിത, പായൽ. നീയും ഞാനും ആഫ്രിക്കൻ പായൽ പോലെ, നീയും ഞാനും ആഫ്രിക്കൻ പായൽ പോലെ എത്ര അകറ്റിയാലും വീണ്ടും അടുക്കുന്ന സ്നേഹത്തിൻ്റെ പച്ചപ്പുകൾ. എത്ര അകറ്റിയാലും വീണ്ടും അടുക്കുന്ന സ്നേഹത്തിൻ്റെ പച്ചപ്പുകൾ. മറ്റൊരു കവിത, തുരങ്കം. നീ കടന്നുപോയ കാലം ഞാനൊരു തുരങ്കമായിരുന്നു, ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു, ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു. മറ്റൊരു കവിത, ആപ്തവാക്യം. മതമേതായാലും വടിവാള് നന്നായാൽ മതി, മതമേതായാലും വടിവാള് നന്നായാൽ മതി. ആത്മീയത എന്ന കവിത. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു കവിത, പതാക. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ വെളുപ്പിച്ചത്, ചോരയാൽ അടയാളം വെച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? ഒരു കവിത കൂടി പറയുന്നു. കവിതയുടെ പേര് യാത്ര എന്നാണ്. യാത്ര. പണ്ട് നാട് വിടുമ്പോൾ ബസ്സിലെഴുതിയിരുന്നു, ശ്രീ കാടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിലെഴുതിയിരിക്കുന്നു, ശ്രീ മാതാ അമൃതാനന്ദമയി ഈ വാഹനത്തിൻ്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? നന്ദി. കവിയും നാടക പ്രവർത്തകനും 2013 ബെസ്റ്റ് സെല്ലർ ബുക്കായ ചുംബനങ്ങളുടെ പുസ്തകത്തിൻ്റെ എഡിറ്ററും നൈൽ കട്ടർ അണ്ണാൻ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവും ഇപ്പോൾ മലപ്പുറം വാഴയൂർ സാഫി കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ശ്രീ ബിനീഷ് വൈദ്യരങ്ങാടിയെ ഏറെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലിരിക്കുന്ന കവി സുഹൃത്തുക്കളെ, ഈ പരിപാടിയുടെ സംഘാടകരെ, അനിശ്ചിതത്വങ്ങൾ പല വിധത്തിലുള്ള ചായങ്ങളാണെങ്കിൽ ഈ ചായങ്ങൾ കൊണ്ട് വരയ്ക്കുന്ന ഒരു സറിയലിസ്റ്റ് ചിത്രമാണ് കവിത എന്ന് തോന്നിയിട്ടുണ്ട്. കവിതയിലേക്ക് വരാം. കവിതയുടെ പേര് നെയിൽ കട്ടർ, അണ്ണാൻ എന്നിവ. നെയിൽ കട്ടർ, അണ്ണാൻ എന്നിവ. ചുവന്ന താടിക്കാരൻ അത്രമേൽ പുതിയ കാലത്തിൻ്റെ യുവാവായിരുന്നു. ചുവന്ന താടിക്കാരൻ അത്രമേൽ പുതിയ കാലത്തിൻ്റെ യുവാവായിരുന്നു. അയാൾക്കൊരു പെണ്ണും അവൾക്കൊരു ജാരനും ഉണ്ടായിരുന്നു. അവളെ പ്രാപിച്ച രാവു വരെ വെന്ത അണ്ണാനിറച്ചി അയാൾ ഭുജിച്ചിരുന്നില്ല. അവളെ പ്രാപിച്ച രാവു വരെ വെന്ത അണ്ണാനിറച്ചി
അയാൾ ഭുജിച്ചിരുന്നില്ല. നെയിൽ കട്ടറിലേക്ക് വരാം. അയാൾക്കൊരു നെയിൽ കട്ടർ ഉണ്ടായിരുന്നു. ഏറെ മുമ്പ് ചത്തുപോയ അപ്പാപ്പൻ സമ്മാനിച്ചതായിരുന്നു. എക്സലൻ്റ് എന്നർത്ഥം വരുന്ന ചീന ലിപി ആയിരുന്നു അതിൻ ഞെക്കുപിടിയിൽ. കാലങ്ങളോളം ആ വിധം നഖങ്ങൾ കോരിത്തരിപ്പിനാലെ പൊട്ടിയടർന്നിരുന്നു. അത്തരം ദിനാന്ത്യങ്ങളിൽ അയാൾ മുഴുനേരം മൃഗങ്ങളുടെ ചാനൽ കാണുകയോ വിചിത്രമായ കവിതകൾ എഴുതുകയോ ചെയ്തു. നെയിൽ കട്ടർ കാണാതായപ്പോൾ അയാൾ മൃഗങ്ങളുടെ ചാനൽ കാണാതായി. നെയിൽ കട്ടർ കാണാതായപ്പോൾ അയാൾ മൃഗങ്ങളുടെ ചാനൽ കാണാതായി. ചുവന്ന താടി മുറ്റിത്തെഴുക്കുകയും നെറ്റി വിസ്താരമേറുകയും മൂക്ക് ചുളിയുകയും മുതുക് വളയുകയും കണ്ണ് അതുപോൽ തുടരുകയും ചെയ്തു. ചുവന്ന താടിക്കാരൻ അത്രമേൽ പഴന്തണ്ടനായിരുന്നു. ചുവന്ന താടിക്കാരൻ അത്രമേൽ പഴന്തണ്ടനായിരുന്നു. വീട് മുഴുക്കെ താണ്ടാൻ അയാൾക്ക് ഉണക്കുപഴങ്ങളും കുടിനീരും കരുതേണ്ടിയിരുന്നു. വീട് മുഴുക്കെ താണ്ടാൻ അയാൾക്ക് ഉണക്കുപഴങ്ങളും കുടിനീരും കരുതേണ്ടി വന്നു. അകത്തെ അലമാര വലിപ്പുകളിൽ ടെറോഡാക്ടൈൽ മുട്ടകൾ കാണപ്പെട്ടു. അകത്തെ അലമാര വലിപ്പുകളിൽ ടെറോഡാക്ടൈൽ മുട്ടകൾ കാണപ്പെട്ടു. ജനാലക്കൽ ചിറകുള്ള അണ്ണാനുകൾ വന്നിരുന്ന് പറന്നുപോയി. അയാൾ പെണ്ണിനെ ഓർത്ത് നഖങ്ങളിൽ ചളി തോണ്ടി. അയാൾ പെണ്ണിനെ ഓർത്ത് നഖങ്ങളിൽ ചളി തോണ്ടി. ചുവന്ന താടിയിൽ ചെറു കുതിരകൾ പാർത്തു വന്നു. അവ താടിക്കടക്കൽ കുളമ്പുരച്ച് എഴുന്നു നിന്ന് കുതിച്ചു മണ്ടി. കൂർകല്ല് കുത്തി മുറ്റത്ത് കിളയ്ക്കുകയായിരുന്നു അയാൾ ഒരിക്കൽ. കൂർകല്ല് കുത്തി മുറ്റത്ത് കിളയ്ക്കുകയായിരുന്നു അയാൾ ഒരിക്കൽ. നനമണ്ണിൽ നെയിൽ കട്ടർ പൊന്തി വന്നു. അതിനകത്തെ പിച്ചാത്തി ഒഴിച്ച് ലിപികളും മറ്റും ദ്രവിച്ചിരുന്നു. അതിനകത്തെ പിച്ചാത്തി ഒഴിച്ച് ലിപികളും മറ്റും ദ്രവിച്ചിരുന്നു. ആയതുകൊണ്ട് തീർത്തും കനിവോടെ സംഗീതവാദകനെപ്പോലെ അയാൾ താടിപ്പൂടകൾ അരിഞ്ഞിട്ടു. അണ്ണാനുകൾ ഇണകളോടൊത്തു പാറി വന്ന് മണ്ണിൽ കിടന്ന പൂടകൾ ശേഖരിച്ചു. ചുവന്ന താടിക്കാരൻ അത്രമേൽ വെറും മനുഷ്യനായിരുന്നു. ചുവന്ന താടിക്കാരൻ അത്രമേൽ വെറും മനുഷ്യനായിരുന്നു. ആയതിനാൽ ഏറെ തഴക്കത്തോടെ കൺകെട്ടുപോൽ തെഴുപ്പിച്ച കൈകൾ വായുവിൽ ചുഴറ്റാനായി. അണ്ണാനിലേക്ക് വരാം. അത് നഖം കുത്തിപ്പൊട്ടിയ കണ്ണുനീറി മണ്ണിലിഴഞ്ഞു. അത് നഖം കുത്തി പൊട്ടി കണ്ണുനീറി മണ്ണിലിഴഞ്ഞു. അതിൻ്റെ പല്ലുകൾക്കിടയിലുണ്ടായിരുന്നു ഇത്തിരി ചെമ്പൂട. അതിൻ്റെ പെണ്ണ് അന്നേരം ഇറച്ചിയാണ്ട ചില്ലു നഖങ്ങളിൽ ശ്യാമനിദ്ര പൂണ്ടിരുന്നു. അതിൻ്റെ പെണ്ണ് അന്നേരം ഇറച്ചിയാണ്ട ചില്ലു നഖങ്ങളിൽ ശ്യാമനിദ്ര പൂണ്ടിരുന്നു. നന്ദി. ഒരു കവിത കൂടി. കവിതയുടെ പേര് നിശാവിരുന്ന്. മാംസത്തിൻ്റെ ഭോജനശാലയിൽ വെച്ച് രാത്രിയിൽ സന്ധിക്കാമെന്നുറപ്പിച്ച് അവളെ വിട്ട് നേരെ പോയത് നഗരഗായകൻ്റെ നട്ടുച്ച ചേരിയിലേക്കാണ്. മാംസത്തിൻ്റെ ഭോജനശാലയിൽ വെച്ച് രാത്രിയിൽ സന്ധിക്കാമെന്നുറപ്പിച്ച് അവളെ വിട്ട് നേരെ പോയത് നഗരഗായകൻ്റെ നട്ടുച്ച ചേരിയിലേക്കാണ്. തീന്മേശമേൽ വേവിച്ച തലച്ചോറും കരളും പറഞ്ഞു വരുത്തുമ്പോൾ ആത്മഹത്യ പോലെ സാന്ദ്രമായ ഒരു ഗാനം വേണ്ടതു തന്നെ. ഒരിക്കൽ അയാൾ പറഞ്ഞു, എൻ്റെ വംശം ഇനിയും കണ്ടെടുക്കാത്ത ഒരു ചെങ്കൽ പിരമിഡാകുന്നു. അതിൻ്റെ ഉള്ളറയിൽ ഇപ്പോഴും ഒരു കാട്ടരുവി ഒഴുകുന്നു. മേഘങ്ങളുടെ ബാന്ധവം പോലെ തിളക്കമുറ്റിയ ഒരു പിളർപ്പ്. നഗരഗായകൻ്റെ ചേരി ഏതോ ഗ്രീഷ്മവൃക്ഷം പൊഴിച്ച പടങ്ങളുടെ കൂമ്പാരമായിരുന്നു. നഗരഗായകൻ്റെ ചേരി ഏതോ ഗ്രീഷ്മവൃക്ഷം പൊഴിച്ച പടങ്ങളുടെ കൂമ്പാരമായിരുന്നു.
അയാളുടെ പെണ്ണ് പഴയ ഗോത്രഗാനത്തിൻ്റെ വായ്ത്താരിയിൽ ധാന്യം ചേറുകയായിരുന്നു. പാട്ടുകളുടെ ഡയറിത്താളുകളാൽ മറവിയുടെ പറവ ഉണ്ടാക്കുകയായിരുന്നു ഗായകൻ. പാട്ടുകളുടെ ഡയറിത്താളുകളാൽ മറവിയുടെ പറവ ഉണ്ടാക്കുകയായിരുന്നു ഗായകൻ. കാവൽ മരം മുറിച്ചു മാറ്റപ്പെട്ട ഒരു വെറും അരജനെ മാത്രം കണ്ടുമടങ്ങേണ്ടി വരികയാണ്. കാവൽ മരം മുറിച്ചു മാറ്റപ്പെട്ട ഒരു വെറും അരജനെ മാത്രം കണ്ടുമടങ്ങേണ്ടി വരികയാണ്. മാംസത്തിൻ്റെ ഭോജനശാലയിൽ രാത്രിയിൽ വിശന്നിരിക്കുന്നുണ്ടാകും അവളുടെ ഉടൽ. മാംസത്തിൻ്റെ ഭോജനശാലയിൽ രാത്രിയിൽ വിശന്നിരിക്കുന്നുണ്ടാകും അവളുടെ ഉടൽ. താങ്ക് യു. ചെറിയ ചില കവിതകൾ അവതരിപ്പിക്കാൻ തോന്നുന്നു. സംശയം, പേടി എന്നിവയെക്കുറിച്ച് ഒരു ഉപന്യാസം. അതാണ് പൊതുവായിട്ടുള്ള ടൈറ്റിൽ ഈ കവിതയുടെ. സംശയം, പേടി എന്നിവയെക്കുറിച്ച് ഒരു ഉപന്യാസം. കുട്ടികളുടെ ബലൂൺ പറത്തൽ മത്സരമായിരുന്നു. പല നിറത്തിലുള്ള ആകൃതിയിലുള്ള ഹൈഡ്രജൻ ബലൂണുകൾ, ഒന്നിനുള്ളിൽ മറ്റൊന്ന്, അറ്റത്ത് ചരട് പിടിച്ച് ചെറിയ വിരലുകൾ, വിസിലിന് കാതോർത്ത്. ഓരോ ബലൂണിനും ഓരോരോ വിചിത്ര പേരുകൾ. ഒന്നാമതെത്തിയത് സംശയം, പേടി റണ്ണറപ്പ്. അടുത്ത കവിത. ഉണ്ണുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും പേടി, എന്തിന് നടന്നുറങ്ങുമ്പോൾ പോലും പേടി. ഒന്ന് കണ്ണ് തുറന്നാൽ എല്ലാം ഓടിക്കളയും, വീണ്ടും കണ്ണടച്ചാൽ അവർ കാതോർത്ത് നിൽക്കും പോലെ. എന്തിനെയാണ് നിങ്ങൾക്ക് അടുത്ത കവിത. എന്തിനെയാണ് നിങ്ങൾക്ക് സംശയം? ഡോക്ടർ എന്നോട് ചോദിച്ചു. എനിക്കിപ്പോൾ നിങ്ങളെ തന്നെയാണ് സംശയം. പിന്നെ അയാൾ ഒന്നും ചോദിച്ചില്ല, ഞാൻ ഒന്നും പറയാനും പോയില്ല. അല്ലെങ്കിലും ഇയാളോട് എന്ത് പറയാനാണ്? സംശയവും പേടിയും നല്ല കൂട്ടുകാരായിരുന്നു. അടുത്ത കവിതയാണ്. സംശയവും പേടിയും നല്ല കൂട്ടുകാരായിരുന്നു. കരിയിലയേക്കാൾ മണ്ണാങ്കട്ടയേക്കാൾ അലിയാത്ത സൗഹൃദം. പക്ഷേ ഒരു ദിവസം കരടി വന്നപ്പോൾ പേടി ചത്ത പോലെ ബോധം കെട്ട് കിടന്നു. സംശയം വരും മുമ്പേ മരത്തിൻ മുകളിൽ കയറിയിരുന്നു. അടുത്ത കവിത. ജീവശാസ്ത്രം പരീക്ഷ നാളെ. എങ്ങനെയെങ്കിലും ഗൃഹപാഠം മുഴുമിക്കാൻ മകൾ. നട്ടലില്ലാത്ത 2 ജന്തുക്കളുടെ ചോദ്യം ബാക്കി. പേടിയാവുന്നു സംശയവും. അടുത്തത്. പേടിക്ക് പതുക്കെ പതുക്കെ ഇഴയാനാണ് ഇഷ്ടം. 100 കണക്കിന് കാലുകളുണ്ട് ഇരുവശത്തും. എങ്കിലും ചുരുണ്ടുകൂടി എത്ര നേരവും കിടക്കാം. ഇലകളുടെ ഇടയിലോ കാണാത്ത മറ്റെവിടെയോ ഇഴയുകയോ ഉറങ്ങുകയോ ചെയ്യാം. ഇങ്ങനെ ഒരാളുണ്ടെന്നേ തോന്നില്ല. ഉടലിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ കാണാം. എങ്കിലും വിഷമില്ലാത്ത പാവം പേടികളുണ്ട്, ഒഴിഞ്ഞു നടക്കുന്ന വഴുവഴുപ്പൻ പേടികൾ. ഇങ്ങനെ പോകുന്നു പേടിയുടെയും സംശയത്തിൻ്റെയും കവിതകളുടെ സീരീസ്. അതിൽ അവസാനത്തെ കവിത ചൊല്ലാം. ഓരോ വഴിയിലും വളവിലും ഇത് അയാളാണോ എന്ന് എനിക്ക് പേടി. അടുത്തത്. ആകാശത്തേക്ക് ഉയർന്ന ബലൂണുകൾ ചരട് പൊട്ടിച്ച് പറന്നുപോയി. ചിലത് സംശയിച്ച് താഴേക്ക് അടുത്തു വന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു കവിയായ അമ്മയുടെ മക്കൾ എന്തായിരിക്കും സ്വന്തം അമ്മയെക്കുറിച്ച് പറയുക എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നുണ്ടായ ഒരു കവിതയാണ്. ഞങ്ങളുടെ അമ്മ കവിത എഴുതിയിട്ട് എന്നാണ് ശീർഷകം. ഞങ്ങളുടെ അമ്മ കവിത എഴുതിയിട്ട് ഞങ്ങൾക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ അമ്മ കവിത എഴുതിയിട്ട് ഞങ്ങൾക്കൊരു ഗുണവും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ അമ്മയും ഉച്ചയൂണിന് ഇറച്ചി മീനും കൊടുത്തയച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ചമ്മന്തിയും പയറും വെച്ചു. പിള്ളേർ മൊത്തം ഞങ്ങളെ കളിയാക്കി. എല്ലാവരുടെ അമ്മയും പരീക്ഷയുടെ തലേന്ന് കുത്തിയിരുന്ന് മക്കളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വെറുതെ വിട്ടു.
ഞങ്ങൾ ക്ലാസ്സിൽ ഒന്നാമതും രണ്ടാമതും 10ാമതുമായില്ല. എല്ലാവരുടെ അമ്മയും രാത്രിയിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ പുറത്തേക്ക് നോക്കി ദുഃഖിച്ചിരുന്നു. TV പരസ്യത്തിലെ സാധനങ്ങളുടെ പേരുകൾ ഞങ്ങൾക്ക് മാത്രം അറിയാണ്ടായി. എല്ലാവരുടെ അമ്മയും വിശേഷാവസരങ്ങളിൽ മക്കൾക്ക് പുതിയ ഉടുപ്പുകൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് എന്തൊക്കെയോ പുസ്തകം കൊണ്ടു തന്നു. പുതിയതിടാണ്ട് സ്കൂളിൽ പോയ ഞങ്ങൾക്ക് എപ്പോഴും നാണമായിരുന്നു. എല്ലാവരുടെ അമ്മയും അവധിക്ക് ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ അടുത്തുള്ള കടൽ കാണിക്കാൻ, പാടം കാണിക്കാൻ, തോട് കാണിക്കാൻ കൊണ്ടുപോയി. ഞങ്ങൾക്ക് മാത്രം നല്ല ഫോട്ടോ ഇല്ലാതായി. എല്ലാം ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാണെന്നാണ് എല്ലാവരും പറയണേ. എല്ലാം ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാണെന്നാണ് എല്ലാവരും പറയണേ. അമ്മ ചിലപ്പോൾ ഞങ്ങളോട് പറയും, ഞങ്ങൾക്കൊക്കെ ചിറകുണ്ടെന്ന്, വേണമെന്ന് വെച്ചാൽ പറക്കാനാവുമെന്ന്, വീട്ടിലിരുന്നാലും ആകാശത്തിനപ്പുറം പോകാനാവുമെന്ന്, കിളികൾ പറയുന്നത് മനസ്സിലാവുമെന്ന്, പുഴ കരയുന്നത് കാണാനാവുമെന്ന്, ഭൂമിയുടെ ഹൃദയമിടിപ്പുകൾ നിലത്തോടമർന്നു കിടന്ന് കാതോർത്താൽ കേൾക്കാമെന്ന്, ശംഖിനകത്ത് കടലിരമ്പുമെന്ന്, നക്ഷത്രങ്ങൾ ചിരിക്കാറുണ്ടെന്ന്, കുന്നുകൾ നടക്കാറുണ്ടെന്ന്, മരങ്ങൾ തേങ്ങാറുണ്ടെന്ന്, ഭൂമിക്കടിയിൽ ആകാശമുണ്ടെന്ന്, മുകളിൽ കടലുണ്ടെന്ന്. ചിലപ്പോൾ തോന്നും അമ്മ പറയുന്നതൊക്കെ നുണയാണെങ്കിലും ശരിയാണെന്ന്. ചിലപ്പോൾ തോന്നും അമ്മ പറയുന്നതൊക്കെ നുണയാണെങ്കിലും ശരിയാണെന്ന്. അതും ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാവുമോ? അതും ഞങ്ങളുടെ അമ്മ കവിത എഴുതുന്നത് കൊണ്ടാവുമോ? ഒരു വലിയ കവിതയാണ്, വായിച്ച് പോവുകയാണ്. ഡിസംബർ പൂക്കൾ തന്ന 7 കവിതകൾ. അതാണ് കവിതയുടെ പേര്. ഡിസംബർ പൂക്കൾ തന്ന 7 കവിതകൾ. പതിവ് യാത്ര അതേ കാട്ടുവഴി, കയ്യിൽ കരുതിയിരുന്ന ഊന്നുവടികൾക്ക് മുന്നിലൂടെ കൂട്ടം കൂട്ടമായി പറന്നു പോകുന്നു പൂമ്പാറ്റകൾ. വസന്തത്തെ മേയിച്ച് പിന്നിൽ ഞാനും പോകുന്നതായി ഇന്നൊരു തോന്നൽ. പതിവ് യാത്ര അതേ കാട്ടുവഴി, കയ്യിൽ കരുതിയിരുന്ന ഊന്നുവടികൾക്ക് മുന്നിലൂടെ കൂട്ടം കൂട്ടമായി പറന്നു പോകുന്നു പൂമ്പാറ്റകൾ. വസന്തത്തെ മേയിച്ച് പിന്നിൽ ഞാനും പോകുന്നതായി ഇന്നൊരു തോന്നൽ. 2ാം ഭാഗത്തിലത് ഈ ആണ്ടിലെ ഏറ്റവും കുളിരേറിയ രാത്രിയായി മാറുന്നു. കുന്നിനു മുകളിലെ പാറക്കെട്ടുകളിലൂടെയുള്ള ഒരു അള്ളിലിരുന്നു കൊണ്ട് ഞാൻ താഴ്വരയിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുപ്പിയിൽ അടച്ചെടുത്ത മിന്നാമിന്നികൾ ഓരോന്നായി പുറത്തേക്ക് പോകുന്നു. ഓരോന്നും ഓരോ പകലുകൾ തീർക്കുന്നു. ഓരോ പകലുകളും എന്നെ പിന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഒരിക്കലും കുപ്പിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടാതിരുന്ന മിന്നാമിന്നിയിൽ നമുക്കുള്ള ഒരു പകൽ ഉണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇവയെല്ലാം ഒരു ചീവീടായി മാറിയത്. ഓരോന്നിൻ്റെയും മുതുക് പിളർന്ന് പലായിരം ചീവീടുകൾ പാറക്കെട്ടുകളിൽ മരങ്ങളിലും ഇരുന്ന് കരയുന്നു. കുപ്പിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഇഷ്ടമില്ലാതിരുന്ന ആ മിന്നാമിന്നിയിലൂടെ നമുക്കൊരു വസന്ത മഴയുണ്ടായിരുന്നു. 3ാം ഭാഗത്തിലത് പൂക്കളിൽ അന്ധകരുടെ ലിപി പോലെ എത്ര തവണയാണ് ഒരു പൂമ്പാറ്റ അതിൻ്റെ കാൽകളാൽ ഓരോ വസന്തത്തെയും തൊട്ടെറിയുന്നത്. 3ാം ഭാഗത്തിലത് പൂക്കളിൽ അന്ധകരുടെ ലിപി പോലെ എത്ര തവണയാണ് ഒരു പൂമ്പാറ്റ അതിൻ്റെ കാൽകളാൽ ഓരോ വസന്തത്തെയും തൊട്ടെറിയുന്നത്. 4ാം ഭാഗത്തിലത് അങ്ങനെ 1000 നിയമങ്ങളാൽ ഒരാൾ ജീവിക്കുന്ന ലോകമായി തീർന്നു. 4ാം ഭാഗത്തിലത് അങ്ങനെ 1000 നിയമങ്ങളാൽ ഒരാൾ ജീവിക്കുന്ന ലോകമായി തീർന്നു. അതിങ്ങനെയാണ്. ഒരു മഴ മൊത്തം നനയുകയും അത്രമാത്രം മഴയോടടുക്കാതെയും ഒരു വെയിൽ മൊത്തം കൊള്ളുകയും അത്രമാത്രം വെയിലോടടുക്കാതെയും പ്രണയം കൊണ്ട് ആകെ മൂടുകയും അത്രമാത്രം പ്രണയത്തോടടുക്കാതെയും അങ്ങനെ 1000 നിയമങ്ങളാൽ ഒരാൾ ജീവിക്കുന്ന ലോകമായി തീരുന്നു. ഒന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഇരുന്നു കൊണ്ട് എനിക്ക് നീ തന്ന മൗനം എത്ര ജന്മമെടുത്താണ് എഴുതി തീർത്തത്. 5ാം ഭാഗത്തിലത് വിത്തുകളുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു പൂമ്പാറ്റ വിത്തുകളുടെ ഗർഭപാത്രത്തിലേക്ക് എത്ര മനോഹരമായാണ് ഒരു പൂമ്പാറ്റയെ പോലെ ഒരു ഉമ്മ തൊട്ടുപോകുന്നത്. 5ാം ഭാഗത്തിലത്
ഒരു വിത്തുകളുടെ ഗർഭപാത്രത്തിലേക്ക് എത്ര മനോഹരമായാണ് ഒരു പൂമ്പാറ്റയെപ്പോലെ ഒരു ഉമ്മ തൊട്ടുപോകുന്നത്. 6-ാം ഭാഗത്തിലത് നോക്കൂ, ഡിസംബർ പൂവിലിരുന്നു കൊണ്ട് ഒരു പൂമ്പാറ്റ പൊള്ളുന്നത്. 6-ാം ഭാഗത്തിലത് നോക്കൂ, ഡിസംബർ പൂവിലിരുന്നു കൊണ്ട് ഒരു പൂമ്പാറ്റ പൊള്ളുന്നത്. ആ പൊള്ളൽ പൂമ്പാറ്റയ്ക്കുള്ളതാണ്. 7-ാം ഭാഗത്തിലത് നമ്മളില്ലാത്ത ഡിസംബർ പൂക്കളിൽ നിന്നും അവസാനം പറന്നുപോയ പൂമ്പാറ്റ ആ വസന്തത്തെയും കൊണ്ടുപോയിരിക്കുന്നു. 7-ാം ഭാഗത്തിലത് നമ്മളില്ലാത്ത ഡിസംബർ പൂക്കളിൽ നിന്നും അവസാനം പറന്നുപോയ പൂമ്പാറ്റ ആ വസന്തത്തെയും കൊണ്ടുപോയിരിക്കുന്നു. ഒരു കാലത്ത് കവിത എഴുതി ഭ്രമിപ്പിക്കുകയും ഇപ്പോൾ കവിതയില്ലാത്തതുമായ ഒരു കവി രൂപേഷ് പോൾ. രൂപേഷ് പോളിൻ്റെ വേണ്ടിയിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. വായിക്കുന്നു. തും എക് മുസാഫിർ ഹോ. പാളത്തിൻ്റെ തണുപ്പറിഞ്ഞ് രാവേറെ കഴിഞ്ഞുള്ള നടപ്പ്. നീയുമായി ഇനിയൊരു നൂൽബന്ധമില്ലെന്ന് ചൊടി കുലുക്കി ഇറങ്ങിപ്പോയ മൃഗമിഴിയാൾ. മേക്കാത് കുത്തിക്കൊണ്ട് മുറിഞ്ഞ ഇടംകവിളിൽ യു ആർ മൈ ഫെദേഴ്സ് എന്ന് പറയും പോലത്തെ കാമന. മഴ നനഞ്ഞ് അനുനിമിഷം ഋതുമതിയാകുന്ന പകലിൽ കൂത്തമ്പലത്തിനു പിന്നിൽ ഇരുവശത്തും കാശിത്തുമ്പ വിരിഞ്ഞ പടവിൽ ചോരച്ചുണ്ടിൽ പിടഞ്ഞ ഉരുക്കു ചൂണ്ട ഞാൻ പകർത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് റൊമാൻറ്റിക് അല്ലാതെ നീ എപ്പോഴും കൊണ്ടു നടന്ന എൻ്റെ തെമ്മാടി രൂപകങ്ങൾ, മടിയിൽ മറിഞ്ഞു തൂവിയ പൂക്കുട്ട, വെടിയുപ്പ് മണക്കുന്ന ഫിലിം റോൾ, CPU ബോക്സിൽ ബാക്കി വന്ന കോണ്ടം. ആ ഉടുപ്പ് നീ ഇപ്പോൾ ഇടാറില്ല. പാളം ജാലകങ്ങളെല്ലാം ഉടച്ച് കാവൽ വചനം ഭേദിച്ച് നാഭീ ഞരമ്പുകളിൽ കൊടികളേന്തി ശരവേഗം കടമെടുത്ത ഒരു പട കടന്നുപോകെ രാക്കാറ്റ് കണ്ണിൽ ഇമ അറുത്തിട്ടു. സെൻസർ ചെയ്യാതെ നീണ്ടു കിടക്കും തണുവിൽ ഒരു ചൂണ്ടയുടെ ഫ്രെയിം. മുന്നിലെ സിഗ്നൽ പച്ച. ഒടുക്കത്തെ കവിതയാണ്. കവിതയുടെ പേര് ഖനനം. നാളെ വൈകിട്ട് ലോകം അവസാനിക്കുമെന്ന അറിയിപ്പ് കിട്ടി. ദമ്പതിമാരും മക്കളും അതുവരെ ഇല്ലാത്ത അടുപ്പത്തിൽ ചേർന്നിരുന്നു. മറ്റൊരുവൻ്റെ ഭാര്യയെ പ്രണയിച്ചവൻ അവളില്ലാതെ മരണം പോലും പൂർണ്ണമാകില്ലെന്ന തോന്നലിൽ പാതി ചത്തു. മറ്റൊരുവളുടെ ഭർത്താവിനെ പ്രണയിച്ചവൾ ഇനി അറിയാനാവാത്ത രസങ്ങളുടെ കടലിൽ തിരനിലയ്ക്കുന്നതു കണ്ട് ശ്വാസം മുട്ടി നിന്നു. രക്ഷിതാക്കൾ, മക്കൾ, ചെറുമക്കൾ, സഹോദരങ്ങൾ, സഹായികൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, ദൂരെയായി പോയവർ അവരുടെ മുഖങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. രാജ്യങ്ങൾ, മതങ്ങൾ, ജാതികൾ, അതിർത്തികൾ, ദൈവങ്ങൾ, ശത്രുക്കൾ, പടക്കോപ്പുകൾ നാളെ മുതൽ എന്തു ചെയ്യുമെന്നറിയാതെ ആദ്യമായി വിഷാദികളായി. ഓരോ കിരണവും ഓരോ സൂര്യനായി തോന്നി. നിശ്വാസങ്ങൾ ഇളം തെന്നലായി. സന്ധ്യ അതിൻ്റെ അപാരമായ ഭംഗിയും നിരാശയും ചേർത്ത് ഇനി ഒരിക്കലും വരയ്ക്കാനാവാത്ത ഒരു ചിത്രം തീർത്തു. നക്ഷത്രങ്ങൾ പുഞ്ചിരിക്കുന്നതിനു പകരം ലോകത്തിലാദ്യമായി വിതുമ്പി വിതുമ്പി കരഞ്ഞു. നിലാവ് ചലം പോലെ ഒഴുകി. ഇരുൾ അതിൻ്റെ കറുപ്പിൽ ദുഃഖങ്ങളെ കരുത്തോടെ നേരിടാൻ അവസാനമായി ആഹ്വാനം ചെയ്തു. പ്രഭാതത്തിൽ ഒരു മഞ്ഞുതുള്ളി പേടിച്ച് കണ്ണടച്ചു കിടന്നു. നേരം പോകുന്തോറും ആളുകൾ കുറെ കൂടി ചേർന്നിരുന്നു. കമിതാക്കൾ ഇരിപ്പുറയ്ക്കാതെ മനസ്സുകൊണ്ടലഞ്ഞു. ലോകം മുഴുവൻ മാപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ കിതച്ചെത്തി. ഒടുവിലെ ഭക്ഷണം ലോകം രണ്ടറ്റങ്ങളിലിരുന്ന് കണ്ണീരോടെ കഴിച്ചു. ഒടുവിലെ ചായ മനുഷ്യർ മോന്തി മോന്തി കുടിച്ചു. മറ്റൊരു കാലത്തിൽ എന്നെങ്കിലും ആരെങ്കിലും ഖനനം ചെയ്തെടുക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ കവികൾ മാത്രം ഒടുവിലെ രശ്മിയിൽ നിന്നും ഒരു തരിയെടുത്ത് പുഞ്ചിരിയോടെ അവസാന കവിത എഴുതി.
ഒരു തരിയെടുത്ത് പുഞ്ചിരിയോടെ അവസാന കവിത എഴുതി. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ.